ഒരു ദിവസം മുഴുവൻ ഒരു നഗരം അടുക്കളയായി മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തിരുവനന്തപുരം നഗരത്തിലെ റോഡുകളിലും വീടുകളിലും മുന്നിലും തുറസായ സ്ഥലങ്ങളിലുമെല്ലാം ലക്ഷക്കണക്കിന് സ്ത്രീകൾ അടുപ്പുകൂട്ടി ഒരേ ദേവിക്കായി പൊങ്കാല അർപ്പിക്കുന്നു. ഇതാണ് ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല. അതിൻ്റെ കേന്ദ്രമാണ് തിരുവനന്തപുരം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. ഭക്തർ സ്നേഹത്തോടെ ദേവിയെ വിളിക്കുന്നത് ആറ്റുകാലമ്മ. ആറ്റുകാലമ്മയെ ക്ഷേത്ര പാരമ്പര്യത്തിൽ തമിഴ് മഹാകാവ്യമായ ശിലപ്പതികാരത്തിലെ കണ്ണകിയുമായി ബന്ധപ്പെടുത്തുന്നു. ഭർത്താവായ കോവലന് നീതി ലഭിക്കാൻ പോരാടിയ കണ്ണകി പിന്നീട് നീതിയുടെയും സ്ത്രീശക്തിയുടെയും പ്രതീകമായി ആരാധിക്കപ്പെട്ടു. ഐതിഹ്യമനുസരിച്ച് കണ്ണകി കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രയ്ക്കിടെ ആറ്റുകാലിൽ എത്തിയതായാണ് വിശ്വാസം. പക്ഷേ ഈ ക്ഷേത്രത്തെ പ്രശസ്തമാക്കിയത് പൊങ്കാലയാണ്. അരി, ശർക്കര, തേങ്ങ തുടങ്ങിയ ഉപയോഗിച്ച് മൺകലത്തിൽ തയ്യാറാക്കുന്ന നിവേദ്യം സ്ത്രീകൾ ദേവിക്ക് അർപ്പിക്കുന്നു. കുടുംബത്തിൻ്റെ നന്മയ്ക്കും ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും മക്കളുടെ നല്ല ഭാവിക്കും ഓരോ അടുപ്പിന് മുന്നിലും ഓരോ പ്രാർത്ഥന. അസാധാരണമായ സ്ത്രീ പങ്കാളിത്തം കാരണം ആറ്റുകാൽ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നും അറിയപ്പെടുന്നു. പൊങ്കാല മാത്രമല്ല, കാപ്പുകെട്ട്, കണ്ണകി ചരിതം, കുത്തിയോട്ടം, താലപ്പൊലി തുടങ്ങിയ നിരവധി ആചാരങ്ങളും ഇവിടുത്തെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. ഒരു മൺകലം, ഒരു ചെറിയ അടുപ്പ്, ലക്ഷക്കണക്കിന് പ്രാർത്ഥനകൾ. അതാണ് ആറ്റുകാൽ പൊങ്കാല. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ആറ്റുകാൽ പൊങ്കാലയിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? കമൻറ്റിൽ അറിയിക്കൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ആത്മഭാരതം എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.